മറ്റുള്ള ആളുകളെ സൂക്ഷ്മത പഠിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ. വയലിങ്ങനെ പറഞ്ഞിട്ട് കൽബ് കുൽബാക്കല്. പെണ്ണിന് മകൾക്ക് ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ ആലിമീങ്ങളെ നോക്കണം. ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ഈ ഹദീസൊന്നും കുറ്റ്യാടിക്ക് ബാധകല്ലേ? പല കല്യാണത്തിലും നിങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ നോക്കിയല്ലോ. അന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, മശായിഖിനോട് കളിക്കുമ്പോൾ കരുതിയിട്ട് കളിക്കണം, സ്വന്തം നെഞ്ചത്തേക്ക് തിരിച്ചടി വരും. ഇപ്പൊ നമ്മളെ പല ആൾക്കാരും ഏതെങ്കിലും സാമ്പത്തിക ഇടപാടിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കി നടക്കുകയായിരുന്നു. എന്തായിപ്പോ? എന്താ എറണാകുളത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇപ്പൊ പറയണോ? റബീലാവുലായത് നിങ്ങളെ ഭാഗ്യം. ഞാൻ അന്നേ പറഞ്ഞു, ബിസിനസ് ചെയ്ത് പൊട്ടിയൊരു 10 ആളെയാണ് നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ കാണിക്കെങ്കിൽ ഓരോ യൂണിറ്റൊന്നും 1000 ആളുകൾ ഉണ്ടാവും. എന്തിന് ഉണ്ടെങ്കിൽ 1000 ആൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ തട്ടിപ്പെടുത്താത്ത ആരും ഉണ്ടാവില്ല. സ്വാലീങ്ങളായ കുറച്ച് ആൾക്കാരുണ്ട്, അതിന് നമ്മൾ ഓല അതിൽ പെടുത്തിയിട്ടില്ല. സുലൈമാൻ ഉസ്താദിനെ പോലെ നല്ല മനുഷ്യന്മാരുണ്ടാവും, ഓല അങ്ങനെ ഇടപാട് നടത്തൂല്ല. അപ്പൊ ഇടപാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ എന്താണോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതാ 2 ആഴ്ച നമുക്കെതിരെ ഭയങ്കര ഗൂഢാലോചന. ഇതാ അപ്പോ ഒരു വിഷയം കൊണ്ടുവരും, നിങ്ങളെ മുഴുവനും ഞങ്ങൾ, എനിക്കൊക്കെ മെസ്സേജ് കൊണ്ട് മെസ്സേജ് വിളിക്കല്, നിങ്ങളെ കഥ തീരാൻ പോവാണ്, വലിയ സംഭവം ഇവിടെ കൊണ്ടുവരും. എന്താ പുറത്തു തരാത്ത? പുറത്ത് വന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, അതിന്റെ ഇരട്ടി പ്രഹാരം അപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ കൊടുക്കുന്ന കള്ളക്കേസുകളും ഇല്ലാത്തതുമാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉള്ളതാ. പച്ചയായ രേഖകൾ ഉണ്ടായിട്ട് പോലും ഞങ്ങളത് വ്യക്തിപരമായ വിഷയം വേണ്ടാന്ന് കരുതി അവിടെ വെച്ചതാണ്. ആ വാതിൽ തുറന്നാൽ നിങ്ങൾ ഏടെ ഒലിച്ചുപോയി എന്ന് പോലും കാണാൻ കഴിയില്ല. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, മശായിഖിനോട് കളിച്ചാൽ പ്രകൃതി തിരിച്ചടിക്കും. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ജീവിതത്തിൽ ഈ സൂക്ഷ്മത വേണ്ടേ? സ്വന്തം കല്യാണത്തെ നിയന്ത്രിക്കാൻ വാപ്പക്ക് കഴിയണില്ലെങ്കിൽ എന്തിനാണോ മൊയിലേറ് തരണായിട്ട് വാപ്പായിട്ടിരിക്കണത്? ആ കല്യാണത്തിന്റെ വീഡിയോസുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. ഏറ്റവും വലിയ മ്യൂസിക് ഉള്ള അയ്യാതി പാട്ട് വെച്ചിട്ടാണ് മുഴുവൻ ആഘോഷങ്ങളും. എങ്ങനെ ഇയാൾക്കത് പറ്റി? എന്തൊക്കെ ആഭാസങ്ങളാ നടന്നത്? നിങ്ങൾക്ക് ഈ സൂക്ഷ്മത ആവശ്യമില്ലേ? നാടന്മാരായ ആളുകൾ കല്യാണം മറ്റൊന്ന് നടത്തുമ്പോ വഅലും പ്രഭാഷണവും വറവും പറഞ്ഞു വരുന്ന മുസ്ലിയാരെ, നിനക്കിത് വേണ്ടേ? നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തിനാടോ ഈ വലിയറിഞ്ഞിരിക്കുന്നവിടെ? വലിയറിന വാപ്പാന്ന് കേട്ടോ, മറ്റേ വലിയ ഒരിക്കലും ആവൂല തിരിച്ചു വരാത്ത കാലത്ത്. ഓൽക്കൊരു സൂക്ഷ്മത ആവശ്യമില്ല, ഓൽക്ക് നോക്കാനും അറിയില്ല. പിന്നെ അങ്ങനെയുള്ള നിക്കാഹന്നെ നടത്തിക്കും. ഏറ്റവും ഫാഷനിൽ പൈസയാണിത്. ഇയാൾക്ക് ശിഷ്യന്മാർ, എന്നോടൊരു ശിഷ്യൻ പറയാം, ഞങ്ങൾ എത്ര ശിഷ്യന്മാരുടെ ഇവിടെ ഒരൊറ്റൊന്നിനും തന്നില്ല, കൊടുക്കൂല, മോളെ കൊടുത്തില്ല, പൈസ നോക്കണ, പൈസ മാത്രം. അത് നമ്മളെ അടിയിലല്ല പ്രശ്നം, ഓലടിയിലാ വലിയ പ്രശ്നം. ആ സിറാജുൽ തന്നെ ബറക്കത്തേം കിട്ടൂല അവിടുത്തെ ഒരാളെ തെരഞ്ഞെടുത്തെങ്കിൽ. അവിടെ നിങ്ങൾക്ക് ഇത് ആവശ്യമല്ലേ? ബറക്കത്തിന്റെ പോലെ ഞാൻ അതിലേക്ക് ലാസ്റ്റ് വരാം. ഇവിടെ കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ മൊയിലേരെ തെരഞ്ഞെടുക്കലില്ല. ഏറ്റവും വലിയ മുതലാളി, ആ മുതലാളിയുടെ ആളെ തെരഞ്ഞെടുത്ത് എല്ലാ ഫാഷനും ഉപയോഗിച്ച് സർവഹറാമും ചെയ്ത് ഒരു നിയന്ത്രണമില്ലാതെ ഇത്തരം ആഭാസങ്ങൾ നടത്തിയിട്ട് മശായിഖന്മാരെ മേൽക്ക് കുതിര കയറിയിട്ട് പഠിപ്പിക്കാമെന്ന തിരിച്ചടി പ്രകൃതിയിൽ നിന്ന് കിട്ടും. അനുഭവിച്ചോ? സൂക്ഷ്മത ഒന്നും ഇവിടെ ആവശ്യമില്ലല്ലേ? എല്ലാ രംഗത്തും കഴിഞ്ഞവരുടെ കഥ. സാമ്പത്തികമാണെങ്കിൽ തിരിച്ചടി അതേ രൂപത്തിൽ. ഇനി ഞാൻ പറയേക്കാം, അതിന്റെ കൂടെ ഒരു വാക്കുകൂടി. മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ദീൻ പറഞ്ഞ ആളാണ് ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു. ആ ശംസുൽ ഉലമയുടെ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ട് പരിശുദ്ധ ശരീഅത്തിനെ ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഏത് നാണയത്തിലാണോ വന്നത്
അതേ രൂപത്തിൽ തിരിച്ചടി കിട്ടും. നിങ്ങൾ പണ്ടൊരു ഉസൂലുണ്ടാക്കിയിരുന്നു, സൂഫിയാക്കളെ ആർക്കും പറയാം, അവർക്കും ഇങ്ങോട്ട് പറയാൻ പാടില്ല. നമ്മൾ ഇറങ്ങിയിട്ട് പറഞ്ഞു പോയി പണി നോക്ക്, ഞങ്ങൾ കൂടുതൽ പറയും. നമ്മൾ ബദ്ർ ഉഹദ് നടത്തിയ ഏറ്റവും വലിയ തസവ്വുഫ് പഠിപ്പിച്ച മുത്ത് റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിന്റെ നേരെ കദമിൽ വന്ന മശായിഖിന്റെ ആളുകളല്ലേ. മടവൂര് ശൈഖുനാന്റെ ആളുകൾക്ക് ഇബല് വഴലറിഞ്ഞിരുന്നു. അപ്പൊ നമ്മളെ വിഷയം ശംസുൽ ഉലമയാണ്. എ പി ഉസ്താദ് പറഞ്ഞു നിന്ദിച്ചാൽ, എ പി ഉസ്താദ് അയാളിപ്പോ ലാസ്റ്റ് എത്തി നിൽക്കുന്നത്, എ പി ഉസ്താദ് പറഞ്ഞിടത്തെങ്കിലും നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?